ഇത് 800 രൂപയേ ഉള്ളൂ. ദേ ഗോപം വിളിക്കുന്നു. കാശ് തരാൻ പറഞ്ഞു വിളിക്കായിരിക്കും. ഇവന്മാർക്കെന്താ അവിടെ പണി? പുറത്തോട്ട് ഇറങ്ങാനും പറ്റില്ല. കിട്ടിയാ ഹലോ ഹലോ, അവന്മാർക്ക് കാശ് വല്ലതും കൊടുത്തോ? കൊടുത്തു. ഇന്നലെ ഹൗസ് ബോട്ടിലെ ഗ്യാസ് എടുത്തതിന്റെ ബാക്കി 800 രൂപ ഉണ്ടായിരുന്നു. അത് ദേ വിജയേട്ടൻ ഇപ്പൊ കൊണ്ടുപോയി. ഈശ്വര, ആ കാശും പോയി. ആ കപ്പേര് വീട് വിറ്റേച്ച് പോകും മുമ്പ് നല്ല അടിപ്പൻ അടി ഞാൻ കൊടുത്തിരിക്കും. അയാൾക്ക് നമ്മളെ കാണുമ്പോ ഒരു ചൊറിച്ചില. ഓ, ആ വീടും പറമ്പൊന്നും വിൽക്കാൻ പോകുന്നില്ല. അതെന്നാ? സ്ഥലത്തിന് വിലയില്ലെന്ന്. വിലയില്ലേ? അയൽപക്കത്ത് നമ്മളല്ലേ. അപ്പൊ നമുക്കൊരു വിലയില്ലേ? ഇല്ലെന്ന് നമുക്കറിയാൻ പാലേട്ടാ, നമുക്കൊരു വിലയില്ല അല്ലേ? അതെ, നിങ്ങൾ വിട്ടോ. നാശം, പെണ്ണുങ്ങളെ കണ്ട അപ്പ ചാടിക്കോളും. ആലപരാതി. ഇവൻ കാരണം തുണി അലക്കാൻ പോലും വയ്യാതായി. Good morning. You want houseboats? Good looking, executive class, very cheap rates. Sorry mate, we all have one. Very cheap rate, my friend. Please come. Wonderful rates. വേണ്ടേ? എടാ സന്തോഷം, ഒരു ഡേ ക്രൂസിംഗിൽ ഒപ്പിച്ചാടാ. ഇന്നലെയും കൂടി ഓടിയിട്ടില്ല. നിന്റെ ഈ ചക്കട വെള്ളത്തിൽ ആര് കയറൂടാ ഇപ്പൊ? നീ ഒരു 2 ബെഡ്റൂം AC-യും അപ്പർ ഡെക്കുമായിട്ട് ഒരെണ്ണം ഇറക്ക്. ഓട്ടം ഞാൻ തരാം. ഉള്ള ബാങ്ക് ലോൺ തന്നെ അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അടുത്തത്. ഗോപ, അവരെ പിടിച്ചു. നിന്റെ ആ പഴയ നമ്പർ എടുത്ത് വീശ വീഴും. Yeah, good morning. Welcome to Venice of the East, land of enchanting backwaters. You want houseboats? No. Homely atmosphere, homely food, homely bath. No, it's fine. Okay. Your good name, please? Catherine. Oh, nice. And yours? Martin. Oh, very nice. How old are you? Why you're asking our age? See, in your country, in child age, you are Catherine. Yeah. In your teenage, you are Catherine. Your middle age, you are Catherine. And your old age, you are also Catherine. But in Kerala, we respect the age. Yeah. So, according to the age, you are Catherine Mol, Catherine Chechi, Catherine Akachi, Akachira Kunyava. At last, you are Catherine Ammachi. Angane. So, only I ask you your age. Okay, I'm 43. Oh, then you are my elder sister. We will call you Chechi. Oh, yeah, and you are my Chetan, Martin Chetan. Martin Chetan? Yeah. Excuse me. Sushila, Karimim vettikko mone. Please come. നിന്നെയൊക്കെ ഇന്ന് സായിപ്പന്മാർക്ക് കൂട്ടിക്കൊടുക്കാൻ പോവാ. അരപ്പും കൂട്ടി നാണം കണ്ട. Kuttanad is the most beautiful place in God's own country. And the backwaters here are the network of villages, lots of interconnecting freshwater lakes, lagoons, rivers and canals. The geographical significance of this land is that it's below sea level. It is the only one of its kind in the world. This land is also known as the rice bowl of Kerala and the land of green magic. സ്റ്റോക്ക് തീർന്നു. See, Mr. Goban, what about the entertainment program? എന്തോ? Excuse me. തൊഴിലാളി. അരി കഴുകും തോറും കറുത്ത് വല്ല. എന്തായി? എന്താണ് നിന്റെ സായിപ്പേട്ടൻ ആവശ്യമില്ലാത്ത ചോദ്യം പോലും ചോദിച്ചാ? അയാളെ കണ്ടാൽ തന്നെ അറിയാം, വല്ല ജിജ്ഞാസയാ. അപ്പൊ നേരത്തെ നീ പറഞ്ഞ റഷ്യൻസ് ആണെന്ന്. What time is the sunrise? എന്താ Sunrise? സൺറൈസാ? ദിസ് ഈസ് ബസുമതി റൈസ്. What? മോർണിംഗ് 5:30. Oh, thank you. You're welcome. എന്താന്ന്? രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം ചോദിച്ചാ. പിന്നെ രാവിലെ എണീക്കാൻ വേണ്ടി സൂര്യൻ രാത്രി അലാരം വെച്ചല്ലേ കിടന്നുറങ്ങണത്. മുറ്റത്തെ ആടുന്ന തെങ്ങേ ഒരു കുളം കഴിഞ്ഞ് കളന്തരാമോ, നെല്ലിന്റെ തണ്ട് മണക്കുന്ന കാറ്റ്, ഷാപ്പിലെ കരിയുടെ മണം തരാമോ, തകതിന്നം തെയ്യന്നം പാട്ട് കേട്ടിട്ടോ, തെങ്ങോല കൈയുകൾ താളം മുട്ടുന്നേ, കായൽ മീൻ കുഞ്ഞുങ്ങൾ തുള്ളിച്ചാടുന്നേ, ഓളപ്പരപ്പിലെ വെള്ളം പായുന്നേ. ആലേലോ പൂലേലോ ആലേ പൂലേലോ ആലേലോ പൂലേലോ.
Welcome to my village. Please come this way. നമസ്തേ. നമസ്തേ. പ്ലീസ്. താങ്ക് യു. Namaste. നമസ്തേ. Oh, nice. This way. And this is my office. We have computers, കൂടാതെ net connection. You can check your mail. Oh, fine. Please relax for some time. I will be back okay. after some time. കുച്ചനാടി കാശ്. ശരി. കുര്യച്ചന്റെ ഹൗസ് ബോട്ടിന് ഓട്ടോ ഒന്നുമില്ലേ? 2 ദിവസമായിട്ട് കടവിൽ തന്നെ ഉണ്ടല്ലോ. ഓ മടുപ്പ സീസൺ ഭയങ്കര മോശമല്ലേന്ന്. എന്തും മടുപ്പായാലും ഗോപൻ എന്ന് സായിപ്പുണ്ടോ? അത് അവന്റെ മനസ്സിന്റെ നല്ല ഗുണം. വേലയും കൂലിയില്ലാതെ തിണ്ടിത്തിരിഞ്ഞ് ഭൂമിക്ക് ഭാരമായിട്ട് കിടക്കുന്ന 3 ചേട്ടന്മാരെ ആ പാവം തീറ്റിപ്പോറ്റിന് വന്നു ഒടേ തമ്പുരാൻ അറിയാം. അതുകൊണ്ട് കൊടുക്കുന്നത്. താമസിയാതെ വള്ളം ബാങ്കുകാരൻ കൊണ്ടുപോകും. അതന്നെ അവർക്ക് ഓട്ടോ ഉണ്ട്. ഓട്ടോ നിർത്തിച്ചുള്ള കൊണ്ടുപോകായിരിക്കും. ലോണെടുത്താ തിരിച്ചെടുക്കണേ. ഗോപാ വാടാ ഇരിക്കും. ശരി. ഇന്നലെ വൈകിട്ട് നമ്മുടെ ബാങ്ക് മാനേജർ മാത്യു സാർ വീട്ടിൽ വന്നായിരുന്നു. ഓസിനോശാൻ അവിടെ വന്ന് നിന്റെ ബോട്ട് ബാങ്ക് ജപ്തി ചെയ്യുന്ന ഭീഷണി. ബാങ്കിൽ നിന്ന് പേപ്പർ വന്നായിരുന്നു. അടയ്ക്കണം. അടക്കരുത്. വിമാനം മേടിക്കാൻ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തവന് ജപ്തിയില്ല. ഒരു വള്ളം മേടിക്കാൻ 2 ലക്ഷം ലോൺ എടുത്തവന് ജപ്തി. അതേത് പുന്നത്താങ്കരയിലെ ജനാധിപത്യോ? ഇങ്ങേരിങ്ങനെയൊക്കെ പലതും പറയും. കൈ കാശില്ലാത്തതിന് ഹൗസ് ബോട്ട് വാങ്ങിച്ചതാ ഇങ്ങനെ ഇരിക്കും. നീ അതൊക്കെ വിറ്റ് കടമൊക്കെ വീട്ടി വല്ല കട്ടയും കുത്തി ജീവിക്കാൻ നോക്ക്. നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ. ഓ അതാണപ്പൊ മനസ്സിലിരിപ്പ്. കുര്യച്ചോ, വേലയെടുത്ത് ജീവിക്കുന്നവന് ഇത്തിരി കടവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. അതിനൊരു സുഖമുണ്ട്. പക്ഷേ കാർന്നോമാരുണ്ടാക്കിയത് വിറ്റിട്ട് ഉണ്ടയടിച്ച് ജീവിച്ചാ നോക്കിയേ അത് കിട്ടുകയല്ല. ബാങ്കിലെ കാശ് കിട്ടുമ്പോ അടയ്ക്കും. അങ്ങനോട് പറഞ്ഞുതരും കേട്ടാ. ഗോപ ഒന്നിങ്ങോട്ട് വന്നേ. മാറിക്കേട്ടാ. അയ്യോ ഗോവ ചായ കുടിച്ചിട്ട് പോ. അതാ കുര്യച്ചിന് കൊടുത്തേക്ക് എന്റെ വക. കപ്പയുടെ മോളങ്ങ് കൊയ്യാറായ പാടം പോലെ ആയല്ലോ പിള്ളേ. ഓരോ നെൽമണിയിലും കഴിക്കേണ്ടവന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട് കുര്യച്ചോ. ഇത് കണ്ടിട്ടാടേണ്ട കണ്ണഞ്ചേമ്പേ. ആലപ്പുഴ ജില്ലയിൽ ഞാൻ വിളിക്കാൻ ഇനി ആരും ബാക്കിയില്ല. അല്ല ഇന്ന് എന്നതാ പതിവില്ലാതെ ക്ലാസിക്കൽ ഡാൻസ്? ഇനി പുതിയ നമ്പറൊന്നും ഇടാതെ പിടിച്ചു വെക്കാൻ പറ്റുകയല്ല. നമ്പറൊക്കെ കൊള്ളാം, പക്ഷെ വള്ളത്തിൽ വന്ന് ഡാൻസ് ചെയ്യാൻ ആളെ കിട്ടണ്ടേ? ഓ അങ്ങനെ വലിയ ഡാൻസ് ആയിരുന്നു വേണ്ട. ആ മോഹിനിയാട്ടത്തിന്റെ വേഷവും കിട്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതിയെന്നേ. ഇനിയിപ്പോ ആരും കിട്ടിയില്ലെങ്കിൽ താനായാലും മതി. ഞാൻ മോഹിനിയാട്ടം നടന്ന തന്നെ. എത്രയും പെട്ടെന്ന് നാളെ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാം നടത്താം. ആരാ ഇത്? എനിക്കുള്ളതാ. ഓ ഹലോ. ആ ഇല്ല ഇല്ല. നമ്മുടെ മാമച്ചന്റെ കടയിൽ എന്തൊരു തിക്കും തിരക്കും. അതെ, നമ്മള് ജോക്കർ ജോസിന്റെ ഭാര്യ മേരിക്കുട്ടി ഗൾഫിൽ പോവുക. ചീട്ട് കളിച്ചിട്ടേ ആ ചേട്ട കുടുംബം പൊളിപ്പിച്ചു. എനിക്ക് കാശുണ്ടാക്കാൻ അവൾ അവിടെ അടുക്കള പണിക്ക് വിടുക. അതിന്റെ യാത്ര